ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണവും പരിശീലനവും നൽകുന്നതിന് AI കമ്മ്യൂണിറ്റി ക്ലബ്ബ് ഓഫ് പാലക്കാട് നടപടികൾ സ്വീകരിക്കും. കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തതുപോലുള്ള നിലപാടല്ല, സ്വീകരിക്കുന്ന നിലപാടാണ് വേണ്ടതെന്നും ഡയറക്ടർ പി രാമചന്ദ്രമേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ മാറിയും വളർന്നും കൊണ്ടിരിക്കുന്ന AI സാങ്കേതികവിദ്യ ഏതു തരത്തിൽ സ്വീകരിക്കണമെന്ന ബോധവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. ദോഷവശങ്ങളെ കണ്ടെത്താനും AI മേഖലയിലെ കോഴ്സുകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താനുമായി കോളേജ്, ഹയർ സെക്കൻഡറി മേഖലകളിൽ AI ക്ലബ്ബ് രൂപീകരിക്കും. വരാനിരിക്കുന്നത് ഡിജിറ്റൽ സാക്ഷരതയാണെന്നും ഇക്കാര്യത്തിൽ സാങ്കേതിക പരിജ്ഞാനമില്ലെങ്കിൽ പ്രാഥമിക അറിവ് സമൂഹത്തിനും ലഭ്യമാവണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രഥമ അറിവുണ്ടെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് സമ്പാദ്യമാർഗങ്ങൾ കണ്ടെത്താനാവും. ഉൽപ്പന്ന നിർമ്മാണം നടത്താൻ കഴിയുകയും വിൽപ്പന നടത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഇല്ലാതാവും. AI ബന്ധപ്പെട്ട പ്രാഥമിക അറിവ് നൽകുന്നതിനൊപ്പം തൊഴിൽ സാഹചര്യങ്ങൾ, പഠനങ്ങൾ, വിദേശ നയങ്ങൾ എന്നിവ സംബന്ധിച്ച അറിവും ക്ലബ്ബ് നൽകുമെന്നും രാമചന്ദ്രമേനോൻ പറഞ്ഞു. സാധാരണക്കാർക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ഒരു അവയർനെസ് കൊടുക്കുകയും പിന്നെ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളിലൂടെ, 1 day വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൂടെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, ഓരോ മേഖലയിലുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും എല്ലാം കൊടുക്കാൻ നമ്മൾ ഈ ക്ലബിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇതൊരു മെയിൻ ക്ലബ്ബായിട്ട് നിന്നുകൊണ്ട് പാലക്കാട് ജില്ലയിലെ വിവിധ കോളേജുകളിലും സെലക്റ്റഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇതിൻ്റെ വിങ്ങുകൾ തുടങ്ങുകയും ക്ലബിൻ്റെ യൂണിറ്റുകൾ തുടങ്ങുകയും ആ യൂണിറ്റുകളിലൂടെ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂടുതൽ ഈ ടെക്നോളജിയുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ പ്രഥമമായിട്ടുള്ള ഉദ്ദേശം. മുമ്പ് ITS സ്കൂൾ വന്നപ്പോൾ ഗവൺമെൻറ് ട്രെയിനിങ് എല്ലാം ഉണ്ടായെങ്കിലും ഒരു സമയം എത്തുമ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അത് എല്ലാവിടെയും എത്തിയത്. പക്ഷേ അത്രയും കാത്തിരിക്കാൻ ഇതിന് സമയമില്ല. ബിക്കോസ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, സെക്കൻഡ്സിലോ മണിക്കൂറിലോ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് കാത്തിരുന്ന് കുറേ കഴിഞ്ഞിട്ടാവുമ്പോഴേക്കും അതെല്ലാം ഒബ്സൊലീറ്റായി മാറും. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജി എത്രയും പെട്ടെന്ന് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഈ ക്ലബിന് മെയിനായിട്ടുള്ളത്. പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ, KP പ്രേംകുമാർ, സൂരജ് ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.